ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ടോക്സിക് കമ്പനിയാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്സിക് കമ്പനി എന്ന് പറയുന്ന സംഭവം ഇല്ല. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഒരിക്കലും ടോക്സിക് ആവണമെന്നില്ല. ആ കമ്പനിയിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഭയങ്കരമായിട്ട് ടോക്സിക് ആവുക. ഇപ്പോൾ ചില കമ്പനിയിലെ മുതലാളിമാരാണെങ്കിൽ ചില കമ്പനിയിലെ മാനേജർ, HR, ടീം ലീഡർ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെയായിരിക്കും കൂടുതൽ ടോക്സിക് ആവുക. അതൊരാളുടെ സ്വഭാവമാണ്. അല്ലാതെ ഒരു കമ്പനി അങ്ങനത്തെ ഒരു ലെവലിൽ അറിയപ്പെടാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യം. ഇപ്പോൾ നമ്മളുടെ ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനീസിൽ ചില ആളുകൾ പറയില്ല, ആ കമ്പനിയിൽ പോകണ്ടോ, അത് ഭയങ്കര ടോക്സിക് കമ്പനിയാണെന്നൊക്കെ. അപ്പം നമ്മുടെ മൈൻഡിൽ എന്താ, അയ്യോ ആ കമ്പനിയാണ് ടോക്സിക്. പക്ഷെ അവിടെ ആരാണ് ടോക്സിക് എന്ന് നമുക്കറിയില്ല. കുറ്റം മൊത്തം ആ കമ്പനിയുടെ പേരിലിരിക്കും. ഒരാൾ കഷ്ടപ്പെട്ടൊരു കമ്പനി വന്നിട്ട് ചിലപ്പോൾ ആ മനുഷ്യൻ നല്ലതായിരിക്കും, ഒരു ബോസ് ചിലപ്പോൾ നല്ലതായിരിക്കാം, പക്ഷെ അയാളുടെ കമ്പനി പൊട്ടി. ബോസുമാരെന്ന് പറഞ്ഞാലും പുണ്യാളന്മാരെന്നാവില്ല കേട്ടോ. കുറെ എണ്ണം ഈ പറഞ്ഞ പോലെ നല്ല ടോക്സിക്കും പിന്നെ ഭയങ്കരമായിട്ട് കോഴികളായുള്ള ബോസുമാരെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ചില കോഴികളായുള്ള ബോസുമാരുണ്ട്. അതായത് ചില പെൺപിള്ളേരുടെ അടുത്തൊക്കെ ഒലിപ്പിക്കണൊക്കെ കേട്ട് കഴിഞ്ഞാലേ എത്ര പേരാണ് അങ്ങനെ പറഞ്ഞേക്കണമെന്ന് അറിയാം, ബോസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ആൺപിള്ളേരുടെ അടുത്ത് നിൽക്കേണ്ടടുത്ത് നിൽക്കുള്ള ഭയങ്കര കർക്കശക്കാരനായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു കമ്പനിയുടെ പേര് വെച്ച് നമ്മൾ ടോക്സിസിറ്റി പറഞ്ഞ് പരത്തരുത്. മേ ബി ഒരു ആള് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആയിരിക്കാം അവിടുത്തെ ടോക്സിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആൾ. അപ്പോൾ അങ്ങനെ പറയാ, ഇന്ന കമ്പനിയിൽ ഇന്നൊരു മനുഷ്യനുണ്ട്, അയാൾ ഭയങ്കര ടോക്സിക് ആട്ടാ എന്ന് പറഞ്ഞാൽ മതി.